നാലാമത്തെ അള്ളാഹുവിൻ്റെ ശുക്റിൻ്റെ അടയാളം മുദാഅഫത്തുൽ അജ്രി അദ്ആഫൻ കസീറ. അള്ളാഹു ഒരുപാട് പ്രതിഫലം നമുക്ക് നൽകുന്നുണ്ട്, ഒരുപാട് കൂലി. വമൻ യഖ്തരിഫ് ഹസനതൻ നസിദ് ലഹു ഫീഹാ ഹുസ്നാ ഇന്നല്ലാഹ ഗഫൂറുൻ ശകൂർ. വമൻ യഖ്തരിഫ് ഹസനതൻ, ആരെങ്കിലും ഒരു നന്മ ചെയ്യുകയാണെങ്കിൽ, ഇവിടെ ഒരു വാക്ക് യഖ്തരിഫ്, യഅമൽ എന്ന് പറഞ്ഞാൽ മതി. മൻ യഅമൽ ഹസനതൻ, ഒരു നന്മ ചെയ്താൽ. പക്ഷെ അള്ളാഹു പറഞ്ഞത് വമൻ യഖ്തരിഫ്. യഖ്തറഫ എന്ന് പറഞ്ഞാൽ ഇഫ്തഅല വസ്നാണെന്ന, അങ്ങനെ പ്രയാസത്തോടുകൂടെയാണ് നന്മ ചെയ്യുന്നത്. ഒരു മനുഷ്യന് നന്മ ചെയ്യൽ എളുപ്പമല്ല, തിന്മ ചെയ്യൽ ഈസിയാണ്, അങ്ങനെയല്ലേ? നന്മ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തെ കൺട്രോൾ ചെയ്യണം, നമ്മുടെ ഇമോഷൻസ് അതിനെ ഓവർകം ചെയ്യണം, ഒരുപാട് കാര്യങ്ങളെ വകഞ്ഞു മാറ്റിയാലേ നന്മ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് കഷ്ടപ്പാടോടുകൂടെ നന്മ ചെയ്യുക എന്നൊരർത്ഥമുണ്ട് യഖ്തരിഫ് എന്ന വാക്കിന്. വമൻ യഖ്തരിഫ് ഹസനതൻ, വളരെ പ്രയാസത്തോടുകൂടെയാണെങ്കിൽ തന്നെയും ഒരാൾ നന്മ ചെയ്താൽ നസിദ് ലഹു ഫീഹാ, ആ നന്മ നാം അവർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഹുസ്ന, ഒരുപാട് നന്മയായി നാം വർദ്ധിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഇന്നല്ലാഹ ഗഫൂറുൻ ശകൂർ, അള്ളാഹു മാപ്പ് ചെയ്യുന്നവനാണ്, അള്ളാഹു നന്ദിയുള്ളവനാണ്, അള്ളാഹു ഷക്കൂറാൻ. ഇത് പറഞ്ഞെടുത്ത് നിങ്ങൾക്ക് ഞാൻ ഒരുപാട് കൂലി നൽകുന്നുണ്ടല്ലോ എന്നാ പറഞ്ഞത്. നിങ്ങൾ കുറച്ച് ചെയ്യുമ്പോൾ ഒരുപാട് കൂലി, അതാണ് ഷക്കൂർ. ഇത്തഖുന്നാറ വലൗ ബിശ്ശിഖ്ഖി തംറ, ഇത്തഖുന്നാറ വലൗ ബിശ്ശിഖ്ഖി തംറ, ഒരു കാരക്കയുടെ ഒരു ചീള് കൊണ്ട് ഒരു ചീള്, കാരക്കയുടെ ഒരു കഷ്ണം ദാനം ചെയ്തുകൊണ്ടാണെങ്കിലും നിങ്ങൾ നരകത്തെ കാത്തുകൊള്ളണമേ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നരകത്തെ കാക്കാൻ ഒരു കാരക്കയുടെ ചീള് മതി അത്രേ. നമ്മുടെ നീയത്ത് ശരിയാണെങ്കിൽ, നമ്മുടെ അവസ്ഥ അങ്ങനെയാണെങ്കിൽ, ഒരു കാരക്കച്ചീള് കൊണ്ട് അള്ളാഹുവിൻ്റെ നരകത്തിൽ നിന്ന് കാവൽ ലഭിക്കുക, ഇത് ചെറിയ കാര്യമാണോ? ഇത് ചെറിയ കാര്യമാണോ? അള്ളാഹു ചെറുതിന്, ഒരു കാരക്കയുടെ ഈത്തപ്പഴത്തിൻ്റെ ഒരു മുറിക്ക്, ഒരു പകുതിക്ക്, ഒരു ചീളിന് അള്ളാഹു നരകം നമുക്ക് കാത്തു നൽകുന്നുണ്ട്. ലാ യഹ്ഖിറന്ന അഹദുക്കും മിനൽ മഅറൂഫി ശൈആ, നിങ്ങളാരും ചെയ്യുന്ന നന്മകൾ എത്ര ചെറുതാണെങ്കിലും അതിനെ ചെറുതായി കാണേണ്ടതില്ല, അതൊക്കെ വലുതാണ്. വലൗ അൻ തൽഖാ അഖാക ബിവജ്ഹിൻ ത്വൽഖിൻ, നിങ്ങളുടെ കൂട്ടുകാരെ നല്ല മുഖപ്രസന്നതയോടുകൂടെ കണ്ടുമുട്ടലാണെങ്കിൽ പോലും നിങ്ങൾ ചെയ്യാതിരിക്കരുത്. ഒന്ന് ചിരിക്കുക, കാണുമ്പോൾ ഒരു മുഖപ്രസന്നതയുണ്ടാവുക. അങ്ങനെ ഞാൻ എന്തിനായി ചിരിക്കണത് എന്ന് ചിന്തിക്കരുത്. ഞാൻ ഇപ്പോൾ ചിരിച്ചിട്ട് എന്ത് കിട്ടാനാണ്, അങ്ങനെയും ചിന്തിക്കേണ്ട. അങ്ങനെ മുഖപ്രസന്നതയോടുകൂടെ ഒരാളെ കണ്ടുമുട്ടുന്നത് പോലും നിങ്ങൾ നിസ്സാരമായി കാണരുത്. അള്ളാഹു ഒരു പക്ഷേ ഈ ഒരു പുഞ്ചിരി കൊണ്ടായിരിക്കാം നമുക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകുന്നത്, അള്ളാഹു നമുക്ക് പുറത്തു നൽകുന്നത്.